വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും സംരംഭകർക്കും നഷ്ടപരിഹാരം അനുവദിക്കുവാൻ മന്ത്രിസഭായോഗ തീരുമാനം. ദുരന്തത്തിൽ പൂർണ്ണമായും നഷ്ടം സംഭവിച്ച കടകൾക്ക് 7 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകും. വിശദാംശങ്ങളുമായി ഇപ്പോൾ ഷീജ കൂടി ചേരുകയാണ്. ഷീജ, ഇപ്പോൾ വലിയ തരത്തിലുള്ള തീരുമാനങ്ങളാണ് ഇപ്പോൾ മന്ത്രിസഭായോഗത്തിന്റെ ഭാഗമായി എടുത്തിരിക്കുന്നത്. വയനാട്ടിൽ ദുരിതബാധിതർക്ക് വീട് വെച്ച് നൽകുക മാത്രമല്ല, അവിടെ കടകൾക്കും മറ്റും അല്ലെങ്കിൽ ജീവനോപാധി നഷ്ടപ്പെട്ടവർക്കും താങ്ങായി മാറുകയാണ് സർക്കാർ. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് ഇന്നിപ്പോൾ മന്ത്രിസഭായോഗം എടുത്തിരിക്കുന്നത്. എന്തെല്ലാമാണ് തീരുമാനങ്ങളുടെ വിശദാംശങ്ങൾ? സിന്ധൂരി, പ്രധാനമായും വയനാട് മേപ്പാടി ഉരുൾപൊട്ടലിൽ കടമുറികൾ നഷ്ടപ്പെട്ട കെട്ടിട ഉടമകൾക്കും അതോടൊപ്പം തന്നെ സംരംഭകർക്കും ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം അനുവദിക്കാനാണ് ഇന്നത്തെ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ദുരന്തത്തിൽ പൂർണ്ണമായി നഷ്ടം സംഭവിച്ച കടകൾക്ക് കടകളുടെ തരമോ ഘടനയോ പരിഗണിക്കാതെ ഒരു കടയ്ക്ക് 7 ലക്ഷം രൂപ എന്ന നിലയിലായിരിക്കും നഷ്ടപരിഹാരം നൽകുക. കടയുടമയ്ക്ക് ഒന്നിൽ കൂടുതൽ കടമുറികൾ നഷ്ടമായിട്ടുണ്ടെങ്കിൽ അധികമുള്ള ഓരോ കടമുറിക്കും അത് 2.5 ലക്ഷം രൂപ എന്ന നിലയിലായിരിക്കും നഷ്ടപരിഹാരം അനുവദിക്കുക. അതോടൊപ്പം തന്നെ സംരംഭകർക്ക് അവരുടെ സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിനായി ഓരോ സംരംഭത്തിനും അവർക്കുണ്ടായ നഷ്ടത്തിന്റെ 50% അല്ലെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഒരു നഷ്ടപരിഹാരം അത് അനുവദിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഈ നഷ്ടപരിഹാരം നൽകുന്നതിന് ആവശ്യമായി വരുന്ന തുക അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും വയനാട് ജില്ലാ കളക്ടർക്ക് അനുവദിക്കാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്.